ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. ശാകുന്തളം ഭരതോൽപത്തി തുടരുന്നു. കശ്യപതപോ ഗുപ്തമാശ്രമമകം ഭുക്കാനാശ്ചര്യം മകക്കാമ്പിൽ മേൽക്കുമേലുണ്ടായി വന്നു. പർണശാലയിൽ ചെന്നു മന്നവൻ നിന്ന നേരം ധന്യനാം തപോധനൻ തന്നെ കണ്ടീലയല്ലോ. ആരുള്ളതിവിടെയെന്നെത്രയും ഗാംഭീര്യത്തോടാരെയും കാണാഞ്ഞവൻ ഉച്ചത്തിൽ ഉര ചെയ്താൻ. ലക്ഷണയുക്തമായ നാദത്തെ കേട്ട നേരം ലക്ഷ്മിതാൻ തന്നെയൊരു കന്യകാരൂപം പൂണ്ടു നിഷ്ക്രമിച്ചതുപോലെ തക്ഷണം കാണായി വന്നു. ചൊൽക്കണ്ട കൊണ്ടൽ മധ്യേ മിന്നുന്ന മിന്നൽ പോലെ രൂപയൗവന ശുഭശീലാചാരാദി കൊണ്ട് ശോഭിതയായ ദിവ്യകന്യകതാനുമപ്പോൾ സർവലക്ഷണയുക്ത രൂപാതി ഗുണം തേടും ഉർവീശൻ തന്നെ കണ്ടു. ദുർവാരമോദത്തോടും ഗാഠകൗതുകത്തോടും ഗൂഢസുസ്മേരത്തോടും പ്രൗഢസൽഭാവത്തോടും കൂടവേ ചെന്നാളവൾ. സ്വാഗതം ഇതി പുനരാദരവോടുകൂടെ വേഗത്തിൽ അതിഥി പൂജകളും ചെയ്തിടിനാൾ. ആസനപാദ്യാഖ്യാതി സ്വാചമനീയങ്ങളാൽ ചേതസി തെളിഞ്ഞവൾ പിന്നെയും ഉര ചെയ്താൾ. കുശലമല്ലി ഭവാനിന്ന നാമയമല്ലി വിശദമതേ ഭവാനാരെന്നു പറയണം. കാനനെ വരുവതിനെന്തു കാരണമെന്നും മാനിനി ചോദിച്ചപ്പോൾ മന്നവൻ താനും ചൊന്നാൻ. ദുഷ്യന്തനായ നൃപനിലിനതനയൻ ഞാൻ പുഷ്കര വിലോചനെ സത്യമെന്നറിഞ്ഞാലും രാജാവെന്നതു കേട്ടു ഫലമൂലാദികളും രാജീവ വിലോചന നൽകിനാൾ ഭുജിപ്പാനായി. എന്നാൽ എന്തിനെയൊന്നു വേണ്ടുന്നതെന്നു ചൊന്ന കന്യക തന്നെ നോക്കി മന്നവൻ താനും ചൊന്നാൻ. കണ്ണമാമുനി തന്നെ കാൺമാൻ വന്നതും ഇപ്പോൾ അർണോജ വിലോചനെ മാമുനിയെങ്ങു ചൊല്ലി. കായോടു പഴങ്ങളെ കൊണ്ടു വന്നിടുവാനായി പോയതു പിതാവൊരു 2 നാഴിക പാർത്താൻ നായക